ഹായ് ഓൾ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ഫോറിൻ ഫ്രേസസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് മറ്റ് ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കടമെടുക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ഫ്രേസുകൾ അല്ലെങ്കിൽ വേർഡ്സ്, അതും അതിൻ്റെ മീനിങ്ങുകളും. ഓക്കെ, നിങ്ങൾക്കിത് എങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്തും കൂടി പഠിച്ചു പോകാം. സോ നിങ്ങൾക്ക് പിന്നീട് ഇത് കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കേണ്ടിയൊന്നും വരില്ല. ഒരു ലെക്ചർ കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ ഫോറിൻ ഫ്രേസസ് നമ്മളൊരു 2 അല്ലെങ്കിൽ 3 ക്ലാസ്സൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫോറിൻ ഫ്രേസസും കവർ ചെയ്യും. ഓൾറെഡി PSCക്ക് റിപ്പീറ്റ് ചെയ്യുന്നതും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൽ ബി കവറിങ് പുതിയതായിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വേർഡ് അഡ് ഹോമിനം ആണ്. അഡ് ഹോമിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റിനെ അറ്റാക്ക് ചെയ്ത് പകരം വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി അവൻ കാര്യമോ പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ അംഗീകരിക്കുന്നില്ല. നീ 4ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, അപ്പം നീ പറയുന്നത് കാര്യമില്ല. ഓക്കെ, എന്ന് പറയുന്ന കേസുകളെയൊക്കെയാണ് നമ്മൾ അഡ് ഹോമിനം എന്ന് പറയുന്നത്. ആ വ്യക്തി പറയുന്നത് ശരിയാണോ തെറ്റാണോ നോക്കുക, അത് ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ അഡ് എന്നുള്ള വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചത് പലതിൽ വരുന്നുണ്ട്. അഡിന് ടു എന്നൊരർത്ഥമാണ് വരുന്നത്, TO. ഓക്കെ, അതിനെ ഫോക്കസ് ചെയ്ത് എന്നൊക്കെയുള്ള അഡ് ഹോമിനം. ഹോമിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അറ്റാക്ക് എങ്ങോട്ടാണ്? അറ്റാക്ക് ഇസ് ടു ഹ്യൂമൻ. അങ്ങനെ ഓർത്ത് വെക്കുക, അഡ് ഹോമിനം. ഓക്കെ, അഡ് ഹോക്ക്. അഡ് ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടി, ടു ഫുൾഫിൽ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതിനെയാണ് അഡ് ഹോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അഡ് ഇൻഫിനിറ്റം. ഇൻഫിനിറ്റ് എന്നുള്ളൊരു വാക്ക് നമുക്ക് റിലേറ്റഡ് ആയിട്ട് തോന്നുന്നില്ലേ? അഡ് ഇൻഫിനിറ്റം ടു, ഇത് നമ്മൾ ടു ആണെന്ന് പറഞ്ഞു അഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പം അഡ് ഇൻഫിനിറ്റം എന്ന് വെച്ചാൽ ടു ഇൻഫിനിറ്റി, അതായത് ഇൻഫിനിറ്റ്ലി, അനിശ്ചിതമായിട്ട് എന്നുള്ളതാണ് അഡ് ഇൻഫിനിറ്റം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, പ്രിമാ ഫേസി. പ്രിമാ ഫേസി നിങ്ങൾ ആലോചിക്കണം, പ്രിമ എന്നുള്ളത് പ്രൈമറി എന്നുള്ള വേർഡായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, പ്രൈമറി എന്നുള്ള വേർഡുമായിട്ട് പ്രിമ എന്നുള്ളതിനെ കണക്ട് ചെയ്യാം. ഫേസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഖത്ത്, ഓൺ ദ ഫേസ് എന്ന് വിചാരിച്ചു. ഓക്കെ, നോക്കുമ്പം ആദ്യം കാണുന്നത് പ്രൈമറിയും ഫേസുമായിട്ട് കണക്ട് ചെയ്യുക. ആദ്യ നോട്ടത്തിൽ കാണുന്നത്, ഓക്കെ, നമ്മൾ ആദ്യ നോട്ടത്തിൽ എന്താണോ കാണുന്നത് അതിനെയാണ് പ്രിമാ ഫേസി എന്ന് പറയുന്നത്, അറ്റ് ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ്. ഓക്കെ, ആദ്യ തവണയിൽ നമുക്ക് തോന്നുന്നതോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അതൊക്കെയാണ് പ്രിമാ ഫേസി. ഓക്കെ, കോർട്ട് കേസിലൊക്കെ, ഇപ്പോൾ കോടതിയിലെ കേസുകളിലൊക്കെ പറയും പ്രിമാ ഫേസി ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇതാ കിട്ടിയിരിക്കുന്നത്, പിന്നെ സാഹചര്യങ്ങൾ ചിലപ്പം കൂടുതൽ അന്വേഷിക്കുമ്പോൾ മാറിയെന്നിരിക്കാം. ഓക്കെ, അതാണ് പ്രിമാ ഫേസി. വോക്സ് പോപ്പുലി, 2 അർത്ഥമാണ് വരുന്നത്, രണ്ടും സിമിലർ അർത്ഥമാണ് വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം വരുന്നത് വോയിസ് ഓഫ് പീപ്പിൾ ആണ്. വോയിസ് ഓഫ് പീപ്പിൾ, വോക്സ് വോയിസുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ പോപ്പുലി എന്നുള്ളത് പോപ്പുലേഷനായിട്ട്, പീപ്പിളായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, പോപ്പുലേഷൻ്റെ വോയിസ് അല്ലെങ്കിൽ പീപ്പിളിൻ്റെ വോയിസ്. ഓക്കെ, എന്താണ് പീപ്പിളിൻ്റെ വോയിസ്? പീപ്പിളിൻ്റെ വോയിസ് ആണ് പോപ്പുലർ ഒപ്പീനിയൻ. ഓക്കെ, അതായത് പോപ്പുലറായിട്ടുള്ള അഭിപ്രായങ്ങൾ. സോ വോക്സ് പോപ്പുലി എന്ന് പറയുന്നത് പോപ്പുലർ ഒപ്പീനിയൻ അല്ലെങ്കിൽ വോയിസ് ഓഫ് പീപ്പിളാണ്. ഓക്കെ, എക്സ് ഒഫീഷ്യോ. എക്സ് ഒഫീഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലായി, എന്തോ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ബൈ വിർച്യൂ ഓഫ് ഓഫീസ്, ആ ഓഫീസിൻ്റെ കാരണത്താൽ. ഓക്കെ, ഇപ്പം നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാ? പ്രൈം മിനിസ്റ്ററാണ്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. ഓക്കെ, അതുകൊണ്ട് അതിനെ എന്താ പറയുക? എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അതായത് അദ്ദേഹം പ്രൈം മിനിസ്റ്ററിൻ്റെ കസേരയിലിരിക്കുന്ന ആളായതുകൊണ്ട്, ആ ഓഫീസ് ഉള്ളത് കൊണ്ട്. ഓക്കെ, ബൈ വിർച്യൂ ഓഫ് ഓഫീസ്. പൊതുവെ ഒരു ഓഫീസ് ഉള്ളപ്പോൾ വേറൊരു ഓഫീസ് ഇതിൻ്റെ കാരണം കൊണ്ട് ഹോൾഡ് ചെയ്യുന്നവരെയാണ് എക്സ് ഒഫീഷ്യോ ചേർത്ത് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ എക്സ് ഒഫീഷ്യോ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ലോക്കസ് സ്റ്റാൻഡി. ലോക്കസ് സ്റ്റാൻഡി എന്ന് വെച്ചാൽ റൈറ്റ് ഓർ കപ്പാസിറ്റി ടു ബ്രിങ് ആൻ ആക്ഷൻ ഓർ അപ്പിയർ ഇൻ എ കോർട്ട്. ഒരു കോടതിയിൽ നമുക്ക് അപ്പിയർ ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്ഷൻ കൊണ്ടുവരാനുള്ള അവകാശത്തെയാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൽമ മാറ്റർ. ആൽമ മാറ്റർ എന്നുള്ള വേർഡിൻ്റെ ഒറിജിനൽ മീനിങ് നറിഷിങ് മദർ എന്നാണ്. ഓക്കെ, നറിഷിങ് എന്ന് വെച്ചാൽ എന്താണ്?
പോഷണം തരുന്ന. ഓക്കെ, നറിഷിങ് മദർ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം. പിന്നീട് ഇപ്പോൾ പോപ്പുലറായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പഠിച്ചിറങ്ങിയ ഒരാളുടെ പഴയ സ്കൂളിനെയോ കോളേജിനെയോ പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിറങ്ങിയ സ്കൂളോ കോളേജോ ആണ് നിങ്ങളുടെ ആൽമ മാറ്റർ. ഓക്കെ, സോ നറിഷിങ് മദർ എന്നാണ് ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത്. സ്കൂൾ ആൻഡ് കോളേജ് എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഉത്തരം വരിക? നറിഷിങ് മദറും ആൻസറാണ്. ഓക്കെ, പിന്നെ എക്സ് പാർട്ടെ. എക്സ് പാർട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡഡ്, ഒരു സൈഡിൽ നിന്നെന്നുള്ളതാണ്. ഓക്കെ, എക്സ് പാർട്ടെ വൺ സൈഡഡ്. പാർട്ടെ എന്നുള്ളത് നിങ്ങൾ പാർട്ടിയാണിത്, ഒരു പാർട്ടി മാത്രം തീരുമാനിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എക്സ് പാർട്ടി. പല പാർട്ടികളുള്ളൊരു വിഷയത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി അല്ല, പല കക്ഷികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പാർട്ടി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ വൺ സൈഡഡ്. ഓക്കെ, എക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്നെന്നുള്ളതാണ്. ഓക്കെ, ഇൻ ആബ്സെൻറ്റിയ. ഇന്നെന്നുള്ള വേർഡ് ഇന്നെന്ന് തന്നെയാണ് ഇതിൽ. ലാറ്റിൻ ആണെങ്കിൽ ഇത് ലാറ്റിൻ ആണ്. അപ്പം ലാറ്റിനിൽ ഇന്നെന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ വരുമ്പോഴും ഇന്നെന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് നോക്കി ഇങ്ങനത്തെ വേർഡുകളിൽ ഇൻ ആബ്സെൻറ്റിയ, ആബ്സെൻറ്റ് അല്ലേ, നമുക്ക് ഏറ്റവും അടുത്ത വാക്യത്തിൽ ഏതാ കാണുന്നത്? ആബ്സെൻറ്റ്. അപ്പോൾ ഇൻ ആബ്സെൻറ്റിയ എന്താണ്? ആബ്സെൻസിൽ, ഇൻ ആബ്സെൻസ്. ഓക്കെ, ഇൻ ഇനീഷ്യോ. ഇൻ ഇനീഷ്യോ എന്ന് വെച്ചാൽ എന്താ? ഇൻ ദ ബിഗിനിങ്. ഇനീഷ്യോ നിങ്ങൾ ഏതാ വാക്ക് കാണുന്നത്? ഇനീഷ്യൽ എന്നുള്ള വാക്ക് കാണുന്നില്ല. ഇനീഷ്യൽ എന്ന് വെച്ചാൽ എന്താ? തുടക്കമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ. സോ ഇൻ ഇനീഷ്യോ എന്താണ്? ഇൻ ദ ബിഗിനിങ്. ഇൻ ടോട്ടോ എന്താണ്? ടോട്ടോ ടോട്ടൽ. ഓക്കെ, ഇൻ ടോട്ടൽ മൊത്തത്തിൽ എന്നുള്ളതാണ് ഇൻ ടോട്ടോ എന്ന് പറയുന്നത്. ടോട്ടോയും ടോട്ടലും തമ്മിൽ ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. ഇൻ ഇനീഷ്യോ എന്താ? ഇനീഷ്യലി എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ആബ്സെൻറ്റിയ ആബ്സെൻസിൽ എന്നുള്ളതാണ്. ഓക്കെ, എൻ റൂട്ട്. എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. പറഞ്ഞുതരാം. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി അല്ലേ. സോ ഓൺ ദ വേ, വഴിയിലാണ് എന്നുള്ള അർത്ഥത്തിലാണ് എൻ റൂട്ട് എന്ന് പറയുന്നത്. ഒരാൾ എൻ റൂട്ടാണെന്ന് വെച്ചാൽ അവൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അവൻ വഴിയിലാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ മാസ്, മാസായിട്ട്, കൂട്ടത്തിൽ. ഓക്കെ, എൻ മാസ് എന്ന് പറഞ്ഞാൽ ഇൻ മാസ്, അതായത് കൂട്ടമായിട്ട് എന്നുള്ള അർത്ഥമാണ്. എൻ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിലാണ്. എൻ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസായിട്ട്, അതായത് കൂട്ടത്തോടെ. ഓക്കെ, ഈ മാസ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. അതുപോലെ റൂട്ട് വഴിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓർത്ത് വെക്കുക. വന്നുകൊണ്ടിരിക്കുകയാണല്ലേ, വഴിയിലാണെന്നുള്ളതാണ്. ഓക്കെ, സബ് ജുഡീസ്. സബ് ജുഡീസ് എന്ന് പറയുമ്പം നിങ്ങളിത് ജുഡീഷ്യറി ഇല്ലേ, ജുഡീഷ്യറി ആയിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുക. അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. ഓക്കെ, സബ്ജക്റ്റ് ടു ജുഡീഷ്യൽ കൺസിഡറേഷൻ എന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? സബ് ജുഡീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ജുഡീഷ്യറി അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സബ് ജുഡീസ് എന്താണ്? അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. ഓക്കെ, ബോണഫൈഡ്. ഓക്കെ, നിങ്ങൾ വേറൊരു വേർഡ് കേട്ടിട്ടുണ്ടാവും, മാലഫൈഡ് അല്ലേ. മാലഫൈഡ് എന്താ? ദുരുദ്ദേശത്തോടു കൂടി എന്നാണ്. ബോണഫൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാണ്. ഓക്കെ, ബോണഫൈഡ് എന്ന് വെച്ചാൽ നല്ല ഉദ്ദേശത്തോടു കൂടി. മാലഫൈഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വാക്കല്ലേ. മാലഫൈഡ് തെറ്റായ ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ബോണഫൈഡ് എന്താ? നല്ല ഉദ്ദേശത്തോടു കൂടി. ഓക്കെ, ഡി ഫാക്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ റിയാലിറ്റി അല്ലെങ്കിൽ ഓഫ് ഫാക്റ്റ്. എന്താണ് വസ്തുസ്ഥിതി എന്നുള്ളതാണ് ഡി ഫാക്റ്റോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡി ഫാക്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഫാക്റ്റ് ഇല്ലേ, ഫാക്റ്റ്, റിയാലിറ്റി അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ഡി ജൂർ എന്ന് പറയുമ്പം അഗെയിൻ നമുക്ക് ഈ ജൂർ എന്നുള്ള വേർഡ് കിട്ടുന്നുണ്ട് അല്ലേ. ജൂറിസ്ഡിക്ഷൻ, ജുഡീഷ്യറി. ഓക്കെ, അപ്പോൾ എന്താണ്? ആസ് പെർ ലോ ആണ്. ഓക്കെ, ഡി ഫാക്റ്റോ എന്തായിരുന്നു? ആസ് പെർ ഫാക്റ്റ് ആയിരുന്നു. ഡി ജൂർ എന്താ? ആസ് പെർ ജൂർ എന്താണ്? ജുഡീഷ്യറി, ജസ്റ്റിസ് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പം ആസ് പെർ ലോ ആണ്. ഓക്കെ, മാഗ്നം ഓപ്പസ് പൊതുവെ ഒരു ആർട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാറ്. ഓക്കെ, പൊതുവെ ഒരു ആർട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാറ്. ഗ്രേറ്റ് വർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. മാഗ്നം എന്നുള്ളത് നിങ്ങൾ മാഗ്നം വലിയതെന്നുള്ളൊരു വാക്കുമായിട്ട് സിമിലറായിട്ട് തോന്നില്ല. നമ്മൾ മാഗ്നിഫൈ എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ. സോ മാഗ്നം എന്നുള്ളത് വലുത് എന്നുള്ളതുമായിട്ട് ലിങ്ക് ചെയ്ത് ഓർത്തിരിക്കുക. മാഗ്നിഫൈ എന്ന് വെച്ചാൽ വലുതല്ലേ. അപ്പം വലിയൊരു ആർട്ട് വർക്ക്, ഗ്രേറ്റ് ആയിട്ടുള്ള
ആർട്ട് വർക്കിനെയാണ്. നിങ്ങൾക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് കണ്ടാലും അത് ഓപ്ഷനാണ്. സോ ഗ്രേറ്റ് വർക്കാണ് മാഗ്നം ഓപ്പസ്. ഓക്കെ, മോഡസ് ഓപ്പറാൻഡി, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. നിങ്ങൾക്കിത് വളരെ സിമിലർ ആണ്. മോഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോഡ്. ഓക്കെ, മോഡ്. ഓപ്പറാൻഡി എന്താണ്? ഓപ്പറേഷൻ. ഓക്കെ, മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. സോ മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ആണ് മോഡസ് ഓപ്പറാൻഡി. ഓർത്തിരിക്കാമല്ലോ. പ്രോ ടെമ്പർ. പ്രോ ടെമ്പോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ ടൈം ബീങ്, തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് പ്രോ ടെമ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പ്രോ ടെമ്പോർ. സോ തൽക്കാലത്തേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പററി അല്ലേ? ടെമ്പററി അല്ലേ? സോ പ്രോ ടെമ്പോർ എന്നുള്ളത് ടെമ്പററി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ പ്രോ ടെമ്പോർ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീങ്, ഇപ്പോഴത്തേക്ക്. ഓക്കെ, സ്റ്റേറ്റസ് കോ. സ്റ്റേറ്റസ് കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എന്താണോ അത്. ഓക്കെ, സ്റ്റേറ്റസ് കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഇപ്പോൾ ഒരു സാഹചര്യം എന്താണോ അതാണ് സ്റ്റേറ്റസ് കോ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റസ് കോ. വിസവിസ്. വിസവിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെയാണ്. ഇൻ കമ്പാരിസൺ ടു അല്ലെങ്കിൽ ഇൻ റിലേഷൻ ടു എന്നതിനെയാണ് വിസവിസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെയാണ്. ഓക്കെ, നിങ്ങളിതിങ്ങനെ ഓർത്തിരിക്കുക, വിസും വിസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, വിസവിസ്. സോ എന്താണ്? കമ്പാരിസൺ ആണ്. സൈൻ ഡേ. സൈൻ ഡേ എന്ന് പറയുന്നത് സിനെ ഡൈ എന്നൊക്കെ നമുക്ക് പല പ്രൊനൗൺസിയേഷനുണ്ട് ഇതിൻ്റെ UK US ഒക്കെ ആയിട്ട്. സൈൻ ഡേ എന്ന് നിങ്ങൾക്ക് തൽക്കാലം ഇത് വായിക്കാം. വിത്തൗട്ട് ഫ്യൂച്ചർ ഡേറ്റ്, അതായത് അനിശ്ചിത കാലത്തേക്കെന്ന് മലയാളത്തിൽ പറയാം. അതായത് പൊതുവെ മീറ്റിങ്ങുകളിൽ നമ്മൾ പിരിച്ചുവിടുന്ന സമയത്താണ് ഈ വാക്ക്. സൈൻ ഡേ ആയിട്ട് മീറ്റിംഗ് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നാണ് മീറ്റ് ചെയ്യേണ്ടതെന്നൊരു ഡേറ്റ് തീരുമാനിക്കാതെ അനിശ്ചിതത്വമായിട്ട് ചെയ്യുന്നതിനെയാണ് സൈൻ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അബ് ഇൻട്രോ. അബ് ഇൻട്രോ. ഇൻട്രോ കണ്ടോ? ഇൻട്രോ എന്താണ്? ഇൻട്രൊഡക്ഷൻ അല്ലേ? ഇൻട്രൊഡക്ഷൻ എവിടെയാണ് വരുന്നത്? സ്റ്റാർട്ടിങ്ങിലല്ലേ വരുന്നത്. ഓക്കെ, അബ് ഇൻട്രോ, ഇൻട്രൊഡക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന്, ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, അവാൻറ്റ് ഗാർഡ്. അവാൻറ്റ് ഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹെഡ് ഓഫ് ടൈം. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചില ആർട്ട് വർക്കുകൾ ഇപ്പോൾ മോഡേൺ ആർട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് അത് അവാൻറ്റ് ഗാർഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അവാൻറ്റ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല, ചിലപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തെന്നിരിക്കാം. ഓക്കെ, സോ അങ്ങനെ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നതിനെയാണ് എന്ത്? അവാൻറ്റ് ഗാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അഹെഡ് ഓഫ് ടൈം. ഓക്കെ, കവേ ടെംപ്റ്റർ. കവേ ടെംപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ബയർ ബിവെയർ, വാങ്ങിക്കുന്ന ആൾ സൂക്ഷിക്കട്ടെ എന്നതാണ് കവേറ്റ് എംപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റിയൽ എസ്റ്റേറ്റിലോ ഒക്കെ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മേടിക്കുന്ന ആളല്ലേ സൂക്ഷിച്ച് മേടിക്കേണ്ടത്. മേടിച്ച് കഴിഞ്ഞ് അബദ്ധം പറ്റിയാലും ആരുടെ ഉത്തരവാദിത്വം? പിന്നെ നമ്മൾ മേടിച്ച ആളുടെ അല്ലേ ഉത്തരവാദിത്വം. അതിനെയാണ് കവേറ്റ് എംപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് എയ്റ്റ്. ഓഫ് എയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ പരിചിതമായിട്ടിരിക്കുന്നതിനെയാണ് ഓഫ് എയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് എയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യമായിട്ട് വളരെയധികം പരിചിതമായിട്ടിരിക്കുന്നതിന്. സോ ഓഫ് എയ്റ്റ്, നിങ്ങൾ ഇതിൻ്റെ റൂൾസ് നിങ്ങൾക്ക് ഓഫ് എയ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂൾസ് നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാമോ, നിങ്ങളിതുമായിട്ട് നല്ലതായിട്ട് പരിചിതമാണോ എന്നുള്ളതാണ് ഓഫ് എയ്റ്റ്. ഓക്കെ, ബോൺ വോയേജ്. നിങ്ങൾ നോക്കിക്കേ, വോയേജ് എന്താ? ട്രാവൽ അല്ലേ? സോ ഗുഡ് ട്രാവലിന് വേണ്ടിയിട്ട് പറഞ്ഞു. നമ്മൾ ബോൺ ഓൾറെഡി പഠിച്ചു അല്ലേ? എവിടെയാണ് പഠിച്ചത്? ബോണഫൈഡിൽ ബോൺ പഠിച്ചില്ലേ? സോ ഇത് വെച്ച് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. ബോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സോ ബോൺ വോയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് വോയേജ്, അതായത് ഒരാൾ നമ്മൾ പറയില്ലേ ഹാപ്പി ജേണി എന്നൊക്കെ. ഓക്കെ, സോ ഹാപ്പി ജേണി എന്നൊക്കെ പറയുന്നതിന് സിമിലറാണ് ബോൺ വോയാജ്. ഓക്കെ, കാർട്ടെ ബ്ലാൻഷ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീഡം. ഓക്കെ, ഇത് ഒറിജിനലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഞ്ച് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ബ്ലാങ്ക് എന്നാണ്. കാർട്ടെ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണ്? പേപ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ ബ്ലാങ്ക് പേപ്പർ, അപ്പോൾ കംപ്ലീറ്റ് ഫ്രീഡം അല്ലേ അതിൽ ഇഷ്ടമുള്ളത് വരയ്ക്കാനും എഴുതാനും. സോ അതിൽ നിന്ന് വന്നതാണ് കാർട്ടെ ബ്ലാഞ്ച് അഥവാ ബ്ലാങ്ക് പേപ്പർ എന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഉദ്ദേശിക്കുന്നത് എന്താ? കംപ്ലീറ്റ് ഫ്രീഡം. ഓക്കെ, നിങ്ങൾക്കൊരു ബ്ലാങ്ക് പേപ്പർ തന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ
എഴുതുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ കാർട്ട് ബ്ലാൻഷ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീഡം. ഓക്കെ. ഫിയറ്റ് അക്കംപ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്റ്റിനെ, ഓക്കെ, ഒരു ഓൾറെഡി അക്കംപ്ലിഷ്ഡായി കഴിഞ്ഞുള്ളൊരു ഫാക്റ്റിനെയാണ് ഫിയറ്റ് അക്കംപ്ലി എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പം കമ്പനി ഒരു വർഷത്തെ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തു, അത് കഴിഞ്ഞിട്ടല്ലേ ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ച് പറയുന്നത് ഇത്രയാണ് പ്രോഫിറ്റ് എന്ന്. പക്ഷേ ആ മീറ്റിംഗ് ആകുമ്പോഴത്തേക്കിന് എന്താണ്, പ്രോഫിറ്റൊക്കെ തീരുമാനിച്ചും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ആ പ്രോഫിറ്റ് എന്താ, അവിടെ ഒരു ഫിയറ്റ് അക്കംപ്ലിയാണ്. ഓക്കെ. ഓൾറെഡി അക്കംപ്ലിഷ്ഡായി കഴിഞ്ഞൊരു ഫാക്റ്റാണ്. ഓക്കെ. ഫിയറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഫാക്റ്റ് വെച്ചിട്ട് കണക്ട് ചെയ്ത് ഓർക്കാം. അക്കംപ്ലി എന്നുള്ളത് അക്കംപ്ലിഷ്മെൻറ്റുമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞൊരു ഫാക്റ്റാണ്. ഓക്കെ. ഫോക്സ് പാസ്. എന്താണ് ഫോക്സ് പാസ്? എംബാരസിങ് മിസ്റ്റേക്കാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മിസ്റ്റേക്ക് എന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് സാഹചര്യത്തിന് ചേരാതെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ നമ്മൾ ഭയങ്കര ഓക്വേർഡായി പോയിന്ന്. അതിനെയാണ് ഫോക്സ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ. ഫോക്സ് പാസിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് സ്റ്റെപ്പ് എന്നാണ്. തെറ്റായ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ ചിലയിടത്ത് നമുക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യത്തില്ലേ, നമ്മളെല്ലാം ഓവർ ഡ്രസ്ഡ് ആണ്, അണ്ടർ ഡ്രസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ നമുക്ക് എംബാരസിങ് ആയിട്ടുള്ള, നമുക്ക് നാണക്കേട് തോന്നിക്കുന്ന പോലത്തെയുള്ള മിസ്റ്റേക്സ് ആണ് ഫോക്സ് പാസ്. ഓക്കെ. ഇപ്സെ ഫാക്ടോ, ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്. ഓക്കെ. അതങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെയാണെന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഇന്ത്യയിൽ ജനിച്ചു, അതുകൊണ്ട് അവൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഓക്കെ. അവൻ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അതിനെയാണ് ഇപ്സെ ഫാക്ടോ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്സെ ഫാക്ടോ എന്നുള്ളത് നിങ്ങൾ ഈ ഫാക്റ്റ് കൊണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇപ്സെ ഫാക്ടോ, ഈ ഫാക്റ്റ് കൊണ്ട് ഇപ്സെ ഫാക്ടോ. ഓക്കെ. സോ ആ ഫാക്റ്റ് അങ്ങനെ ആയതുകൊണ്ട് മറ്റൊരു കാര്യം അങ്ങനെയാണ്. ഓക്കെ. പേഴ്സണ നോൺ ഗ്രാറ്റ. പേഴ്സണ നോൺ ഗ്രാറ്റ എന്ന് വെച്ചാൽ ഒരു അൺവെൽക്കം പേഴ്സണാണ്. ഓക്കെ. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത, ആൾക്കാർക്ക് അപ്രിയനായിട്ടുള്ളൊരു പേഴ്സണാണ് പേഴ്സണ നോൺ ഗ്രാറ്റ. ഒരു പേഴ്സണെ പറ്റിയാണ് പറയുന്നത്, നോൺ ഗ്രാറ്റ. ഓക്കെ. ഗ്രാറ്റ എന്നുള്ള വേർഡൊക്കെ നിങ്ങൾക്ക് ഗ്രാറ്റിഫൈ എന്നുള്ള വേർഡ് അറിയാവുന്നുണ്ടെങ്കിൽ അത് വെച്ച് ഓർത്തിരിക്കാം. ഗ്രാറ്റിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരാളെ സന്തോഷിപ്പിക്കാത്ത ഒരു ആൾ. ഓക്കെ. അതായത് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ, അതാണ് പേഴ്സണ നോൺ ഗ്രാറ്റ. ഓക്കെ. അൺവെൽക്കം പേഴ്സൺ. പ്രിമാഡോണ എന്താണ്? ഫസ്റ്റ് വുമൺ. ഓക്കെ. ഫസ്റ്റ്, പ്രൈം എന്നുള്ള എന്താണ്? വൺ, ആദ്യത്തെ ഇതിനല്ലേ നമ്മൾ പ്രൈമറി എന്നൊക്കെ പറയുന്നത്. ഡോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമണിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇത് പൊതുവേ ഒരു നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ്. ഓക്കെ. കുറച്ച് അഹങ്കാരിയൊക്കെ ആയിട്ടുള്ളൊരു വിമണിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിമാഡോണ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒപ്പേറ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഫെസ്റ്റിവലൊക്കെ ഇല്ലേ, വലിയൊരു മ്യൂസിക് കോൺസേർട്ടൊക്കെ, അതിൽ ഓപ്പണിങ് ചെയ്യുന്ന, ആദ്യം സിങ് ചെയ്യുന്ന വിമനാണ് പ്രൈമാഡോണ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് വന്നാണ്. നിങ്ങൾ ഫസ്റ്റ് വിമൺ എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ക്വിഡ് പ്രോക്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവർ ഇൻ റിട്ടേൺ ഫോർ സംതിങ്, ഒന്നിന് പകരം വേറൊന്ന്. ഓക്കെ. അതിനെയാണ് ക്വിഡ് പ്രോക്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിൽ ഒരു സാധനം കൊടുക്കും, നിങ്ങൾക്ക് അതിന് വരെ വേറൊരു സാധനം കിട്ടും. ഓക്കെ. സോ അതിനെയാണ് ക്വിഡ് പ്രോക്യോ എന്ന് പറയുന്നത്, ഒന്നിന് പകരം വേറൊന്ന് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിന്. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമ്മളിതിൻ്റെ ഫർദർ പാർട്സ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും പിന്നീട് ബാക്കി മിക്ക എക്സാംസിൻ്റെ ലെവൽ അതിലും താഴേക്കാണ് വരുന്നത്. സോ ഏത് എക്സാമിനെയും നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാംസിനെ ഫേസ് ചെയ്യാൻ പറ്റും. ഫോറിൻ ഫ്രേസസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.